എല്ലാവരുടെ ഒരു സംശയമാണ് വീഡിയോ ഇട്ട് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കണല്ലേ നിങ്ങളുടെ ജോലി എന്ന്. ഈ കാണുന്നതാണ് എൻ്റെ ജോബ്, ഫുട്ബോൾ കോച്ചിങ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോച്ചിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വിസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ട്. പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഗിഫ്റ്റ് മേടിക്കാനുണ്ട്, ഒരു ബർത്ത്ഡേ പരിപാടി. അപ്പൊ അതിനുശേഷം വീട്ടിൽ ഒരു ആത്തച്ചക്ക പഴുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് അറിയില്ല, സീതപ്പഴം അങ്ങനെയൊക്കെ പറയാം. ഞങ്ങളെപ്പോലെ തന്നെ കാഴ്ചകൾ കാണാൻ ഇസക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇസ ആരാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇസ വിനീഷയുടെ കൂട്ടുകാരത്തിന്റെ മകളാണ്. ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ മോളല്ല. പലർക്കും കുറെ സംശയങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ നമ്മുടെ ഷോപ്പിലെത്തി. അഷ്ടമിച്ചിറയിലാണ് കേട്ടോ. അതേ വന്ന് നിന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി നമ്മളെ നോക്കി ചിരിക്കുന്നു, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൂടുതൽ ഇസക്കും 2 ഡ്രസ്സും മേടിച്ചിട്ടാണ് ഞങ്ങൾ. അതെല്ലാം മേടിച്ച് നേരെ ബർത്ത്ഡേക്കാരി കൊണ്ട് ഡ്രസ്സ് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോളെന്ന പേര്, കറക്റ്റ് പേര് എനിക്കും അറിയില്ല, ഉണ്ണിമോളെന്ന് എല്ലാവരും വിളിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന് ഒരു ഷവർമ വേണമെന്ന് ഇസ പറഞ്ഞു. ഇസക്ക് ഒരു ഷവർമ, പിന്നെ ഉണ്ണിമോളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സേമിയ പായസം കൊണ്ടുവന്നു. ഷവർമ കിട്ടിയപ്പോ പിന്നെ സേമിയ പായസം ഒന്നും ഇസക്ക് വേണ്ട. ഇസയാണെങ്കിൽ മയോണൈസ് ഒക്കെ എടുത്ത് വായിലും മൂക്കിലും എല്ലായിടത്തും കൊണ്ട് തേച്ച്. ബിനീഷും ഹാപ്പിയായി നല്ലോണം കഴിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഷവർമ. ഇനി എന്ത് ചെയ്യും എന്നുള്ള അടുത്ത പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഉണ്ണിമോൻ വന്നിട്ട് നമുക്ക് കുളത്തിൽ പോയി കുളിക്കാന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ കുളത്തിൽ പോയി നീരാടിയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഇസേനും കുളിപ്പിച്ച്, ഇസേനെ കുളിപ്പിക്കുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡാക്കിയിട്ടില്ല. ഒരുപാട് നേരം ചാടി കുളിച്ചൊക്കെ നിന്നിട്ടോ. അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യരുത്. ഇനിയാണ് നമ്മുടെ ഉണ്ണിമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നത്.